വ്ലോഗ് നമ്മുടെ വ്ലോഗ് നമ്പർ 9 കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഓഷ്യൻ ആൻഡ് ലേക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒക്കെ നടക്കാനുണ്ട്. 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാൻ വരും. നടക്കാനും ട്രെക്ക് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് എന്താ പറയുക, നമ്മളവിടെ എത്തുന്നത് പോലും അറിയില്ല. കാരണം നമ്മൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ കാണുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയായിരിക്കും. ഈ ഓഷ്യനിലേക്ക് വലിയ ഒരു മലയുടെ മുകളിലായിട്ട് കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കേബിൾ കാറിൽ കയറിയിട്ട് വേണം പോകാൻ. ഇവിടേക്ക് ഹൈക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണവും കുറവല്ല. പക്ഷെ ഹൈക്ക് ചെയ്ത് പോകാനാണെങ്കിൽ കുറേ ദൂരം നമ്മൾ സഞ്ചരിക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ കേബിൾ കാർ ബുക്ക് ചെയ്യണം. നമ്മളിപ്പോൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൊണ്ടോള കേബിൾ കാറിൻ്റെ പെർ ഹെഡ് പ്രൈസ് വരുന്നത് 7,000 ആണ്. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ട്രാവൽ ചെയ്യാം. ഞങ്ങൾക്ക് സേവർ ഡേ പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് വരുന്നത് 3,500 ആയിരുന്നു. ഹാഫ് പ്രൈസിങ്ങും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈറ്റ് ഇൻഫോർമേഷൻ എല്ലാം സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഹൈക്കിങ് തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ ആൾക്കാർ സൈക്കിളിലൊക്കെ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. കേബിൾ കാറിൻ്റെ അവിടെ വരെ ആയിരിക്കും, അതോ ഇനി മുകളിലേക്കാണോന്നും അറിയത്തില്ല. നമ്മളെന്തായാലും കേബിൾ കാറിൻ്റെ അവിടെ വരെ ഹൈക്ക് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. എൻ്റെ ദൈവമേ, ഇതെന്ത് കാഴ്ചയാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ സിനിമയിലൊരു പാട്ടില്ലേ, സ്വപ്നത്തിലോ അതോ നമ്മൾ സ്വർഗത്തിലോ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് ശരിക്കും എനിക്കിപ്പോൾ ഓർമ്മ വരും കേട്ടോ. എങ്ങനെയാണ് ഇതിനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ശരിക്കും ഇതിൻ്റെ എന്താ പറയുക, മലേൻ്റെ അടിവാരമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പച്ചപ്പാണ്, ഇളം പച്ച നിറവും അതുപോലെ കടും പച്ച നിറവും, അതിൻ്റെ ഇടയ്ക്ക് ഐസ് ഗ്ലേഷ്യേഴ്സ് കൊണ്ട് വെള്ള കളറും. അപ്പോൾ ഈ രണ്ട് സൈഡിലും നിങ്ങൾക്ക് നടുവേ ഒരു റോഡ് കാണാം. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കുഞ്ഞ് അരിപ്പൂക്കളാണ്. ആ അരിപ്പൂക്കളൊക്കെ മഞ്ഞ കളറും വെള്ള കളറും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ. എന്ത് ഭംഗിയായിരുന്നു ആ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഈ അടിവാരത്തിൽ കുറച്ച് വീടുകളും ഹോം സ്റ്റേസും അങ്ങനെയൊക്കെ കാണാം. ആ വീടുകൾക്കൊക്കെ എന്താ പറയുക, ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ എന്താ പറയുക, അത് അതിൻ്റെതായ രീതിയിൽ ഡിഫറൻറ്റും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടും ഇതെന്താണ് എത്താത്ത, എത്രയും വേഗം കേബിൾ കാറിന് ചോട്ടിൽ എത്തണം എന്നുള്ള ആകാംക്ഷയായിരുന്നു. നോക്കുമ്പോൾ ഇതാ വണ്ടികളുടെ ഒരു വലിയ ക്യൂവും. ആൾക്കാർ നടന്നു പോകുന്നത് മാത്രമൊന്നുമല്ല, എനിക്കൊന്ന് ഇവിടെ തന്നെയുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വണ്ടി റെൻറ്റിനെടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. വണ്ടികളുടെ ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മുകളിൽ എന്തോ ഒരു സംഭവം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആ മനോഹരമായ കാഴ്ച. ശരിക്കും പറഞ്ഞാൽ ഈ ഓഷ്യൻ അധികം സ്വിറ്റ്സർലൻഡിൽ തന്നെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. അത്രയും എന്താ പറയുക, നമ്മൾ സ്വിസ് വീഡിയോസൊക്കെ മുൻപ് കണ്ടിട്ടുണ്ട് പലതും. പക്ഷെ അതിലൊന്നും ഈ ഓഷ്യനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് കാണുന്നില്ലായിരുന്നു. ഈ കേബിൾ കാറിൻ്റെ ആ ഒരു നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കേബിൾ കാറിൻ്റെ ആ ലൈൻസ് ഒക്കെ കാണാൻ പറ്റും. ചെറുതായിട്ട് ലോങ് വ്യൂവിൽ കേബിൾ കാർ മുകളിലേക്ക് കയറുന്ന വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ കൂടിയിട്ട് കയറുകയാണ്. നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പം ഒരു QR ജനറേറ്റ് ചെയ്യും. ആ QR നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് കേബിൾ കാറിൻ്റെ അങ്ങോട്ട്. 2 തരത്തിൽ നമുക്ക് സ്കാൻ ചെയ്യണം, 2 സ്ഥലത്ത് നമ്മൾ സ്കാൻ ചെയ്യണം. ഇപ്പോൾ കണ്ട താഴെ ഒരു പട്ടി, ഇവിടെ ഈ പുള്ളിക്കാരൻ പട്ടീനെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പട്ടിക്ക് വരെ കയറണമെങ്കിൽ ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം. ആ പട്ടീൻ്റെയൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഇവിടെ നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ആ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ ഓവറോൾ എന്താ പറയുക വ്യൂവും അതിൻ്റെ ഓവറോൾ ജോഗ്രഫിയും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ സെക്കൻഡ് എൻട്രൻസ്. നമ്മുടെ QR ഇവിടെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾക്ക് കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. ഫൈനലി നമ്മുടെ കേബിൾ കാർസ് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒപ്പരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് ഇത്ര ദൂരത്തുനിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി വന്നു. ഞങ്ങളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോലും ഈ ഒരു സംഭവം ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പം നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. പല സ്ഥലത്തുനിന്ന് കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടുകൊണ്ട് കേബിൾ കാറിൽ സഞ്ചരിക്കുന്ന ആദ്യമായിട്ടാണ്. ഇപ്പോൾ താഴെ ഇവിടെ കുറേ വീടുകളൊക്കെയാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. ഫുള്ള് പച്ചപ്പ്, അതുപോലെ തന്നെ ആൽപ്സ് മരങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഫൈനലി നമ്മൾ കേബിൾ കാറിലെത്തിയിട്ട് ഫസ്റ്റ് പോയിന്റിലെത്തി കേട്ടോ. ഇവിടുന്ന് ഇനിയും നമ്മൾ നടക്കാനുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ, എൻ്റെ ദൈവമേ, ഇതെന്താണ്, ഇത് ശരിക്കും സ്വർഗ്ഗം. ഈ സ്പോട്ടിൽ നിന്ന് നമുക്കിനി വീണ്ടും ഒരു 45 minutes ഓളം നമുക്ക് നടന്ന് ട്രക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക്. അതിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇഫ് യു റിയലി ലൈക്ക് അവർ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.